ഒരാഴ്ച മാത്രമാണ് ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളെ കണ്ട് സംസാരിച്ചിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 2019 റിലീസായ ലൂസിഫർ അതിന്റെ തിയേറ്ററിക്കൽ റൺ കഴിഞ്ഞതിന് ശേഷവും കഴിഞ്ഞ 6 വർഷങ്ങൾക്കിടയിൽ പല വ്യൂയിങ് പ്ലാറ്റ്ഫോംസിലൂടെയും രാജ്യമല്ല ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്കിടയിൽ അതിനെക്കുറിച്ചൊരു കോൺവെർസേഷൻ നടന്നിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ സിനിമയുടെ ഒരു സക്സസ് തന്നെയാണ് ഈ സിനിമയെ കുറിച്ചുള്ള ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ് എന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞങ്ങൾ എവിടെ പോയി സംസാരിച്ചാലും എല്ലാവരും തിരിച്ചറിഞ്ഞൊരു കാര്യം, ഇതൊരു ഇൻഡസ്ട്രി ഒട്ടാകെ ഒരു വലിയ അറ്റംപ്റ്റ് നടത്തുകയാണ്. അപ്പോ നമ്മൾ ഇതിനു മുമ്പ് ഒന്നും സ്വപ്നം കണ്ടിട്ടില്ലാത്തൊരു സ്കെയിലിൽ ഒരു ക്യാൻവാസിൽ ഒരു സിനിമ ചെയ്യാൻ ഒരു ധൈര്യം കാണിച്ചൊരു നിർമ്മാതാവും ഒരു ടീമും, ഓഫ് കോഴ്സ് കമ്മിങ് ടു ദ ലാസ്റ്റ് സ്റ്റേജ് ഓഫ് ഇറ്റ്, ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഗോപാലൻ സാറും ഒക്കെ ഒരു ഇതിനു മുമ്പ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലാത്ത തരത്തിലൊരു സിനിമ മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഈ ഇല്ലസ്ട്രിയസ് ഇത്രയും വലിയ ഹെറിറ്റേജ് ഈ ഒരു ഫിലിം ഇൻഡസ്ട്രി അറ്റംപ്റ്റ് ചെയ്യുകയാണെന്നുള്ള ഒരു സ്നേഹം എല്ലായിടത്തും ഞാൻ കിട്ടും. സോ മേ ബി ദാറ്റ്സ് വൈ. ആൻഡ് ഓൾസോ എനിക്ക് തോന്നിയിട്ടുള്ളത്, കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടും ഇതുപോലെ ചർച്ചയാകാനുള്ള ഏറ്റവും വലിയ കാരണം മലയാളികൾ തന്നെയാണ്. മലയാളികളുടെ ഈ സിനിമയോടുള്ള സ്നേഹവും ആവേശവും തന്നെയാണ് ഇതുപോലൊരു കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ, ലോകമെമ്പാടുമുള്ള മലയാളി ഡയസ്പോറയുടെ ഇടയിൽ ഒരു സിനിമ ഇത്രയും വലിയ ചർച്ചാ വിഷയമാകുന്നു എന്നത് തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിലെ സംസാരം. സോ താങ്ക് യു ഓൾ ഫോർ ഇറ്റ്. നിങ്ങൾക്കാണ് നന്ദി പറയേണ്ടത്. തീർച്ചയായിട്ടും അൺഡൗട്ട്ലി നമുക്ക് പറയാൻ പറ്റും, ഇറ്റ് ഈസ് ആക്ച്വലി എ ഗേറ്റ് ഓപ്പണർ ഫോർ ദ ഇൻഡസ്ട്രി ആസ് വെൽ. ആൻഡ് ഇതിൽ കണ്ട മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഇപ്പോ അഞ്ജന പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്, ഈ കൊച്ചു പടത്തിന് വേണ്ടിയിട്ട് ചോദിച്ച ഏറ്റവും വില കൂടിയ കാര്യം എന്തായിരുന്നു? ഇവിടെ ആന്റണിച്ചാന്റെ അടുത്ത് ചോദിച്ച ഏറ്റവും വില കൂടിയ കാര്യം മോഹൻലാൽ എന്ന നടന്റെ സമയം. ഓക്കെ നമുക്ക് ഒന്ന് മൈക്ക് ഇവിടേക്ക് എത്താം. ഈ കൊച്ചു സിനിമ എന്ന് പറഞ്ഞു, അത് കൊച്ചു സിനിമ പൃഥ്വിരാജിനായിരുന്നു എന്ന് പറഞ്ഞു, എനിക്ക് കൊച്ചു സിനിമ അല്ലായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഒരു വലിയ ചരിത്രമുണ്ട് ഇവിടെ. അതായത് 25 വർഷം ആശീർവാദ് സിനിമാസ്. അന്ന് നരസിംഹം ഇറങ്ങുമ്പോ ഒരുപാട് റെക്കോർഡുകൾ തകർത്തു ആ ഒരു സിനിമ. ആൻഡ് ഇന്ന് തിരിച്ചു വരുമ്പോ ഇനി ഒരുപാട് റെക്കോർഡുകളൊക്കെ തകർക്കാൻ കിടക്കുന്നത് മാത്രമല്ല, ഇപ്പോഴേ കുറെ റെക്കോർഡുകൾ തകർത്ത് കഴിഞ്ഞു. എന്താണ് ഇതിന്റെ പിന്നിലെ രഹസ്യം? ഇത് റെക്കോർഡുകൾ തകർത്തു. 25 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ കണ്ട ഒരു സ്വപ്നമുണ്ട്. ഞങ്ങൾ ശരിക്കും സിനിമയിൽ കണ്ട ഒരു സ്വപ്നത്തിന്റെ യാത്രയാണ്. അപ്പോൾ ആ യാത്ര ദൈവം നമുക്ക് ഒരുപാട് ഭാഗ്യം തരുന്നു. നിങ്ങൾ പ്രേക്ഷകരുടെ ഒരുപാട് സപ്പോർട്ടുണ്ട്. അതിലൂടെയാണ് ഇവിടെ വരെ എത്തിയത്. അതിലൂടെയാണ് റെക്കോർഡുകൾ തകർത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അത് മുൻപോട്ടും ഈ സിനിമയിലൂടെ തന്നെ എല്ലാം അങ്ങനെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി പ്രയത്നിക്കും. ഇത് എല്ലാ പ്രാവശ്യവും ഇവിടെ ഓരോ ഇന്റർവ്യൂലാണെങ്കിലും ഓരോ ഷോയിലാണെങ്കിലും രാജേട്ടൻ ഇതൊരു കൊച്ചു സിനിമ, ഇനി വലിയ സിനിമ ചെയ്യുമെന്ന് പറയുമ്പോൾ എല്ലാ മുഖത്തും ചിരിയും സന്തോഷമൊക്കെയാണ്. പക്ഷെ ഒരു ചെറിയ വേദന ഞങ്ങൾ കണ്ടിരിക്കുന്നത് ഈ കണ്ണിലാണ്. അത് ശരിയാണോ? ഇനിയൊരു വലിയ സിനിമ അല്ല, ശരിക്കും അത് അങ്ങനെ വേദന എന്ന് പറയാൻ പറ്റില്ല. കാരണം എനിക്ക് മോഹൻലാൽ സാറ് എന്റെ എല്ലാമാണ്. ഞങ്ങൾക്ക് അല്ല, അപ്പൊ അങ്ങനെ എല്ലാമായിട്ട് മോഹൻലാൽ സാറിന്റെ കൂടെ ചേർന്ന് നിന്ന് പോകുമ്പോ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി കൂടെ ചേർന്ന് നിന്ന് രാജുവും പറയുന്നു, ഞാനും കൂടെയുണ്ട് ആ സ്വപ്നങ്ങളുടെ കൂടെ എന്ന് പറഞ്ഞാൽ, ലാൽ സാറിനെ പോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാനും സ്നേഹിക്കാനും പുറകിൽ ഞാൻ ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു പ്രചോദനവും ഇതുപോലുള്ള സ്വപ്നങ്ങൾക്കും ഇതുപോലുള്ള ബഡ്ജറ്റിലുള്ള സിനിമകളും ചേർന്ന് നിന്നെടുക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നതാണ് സത്യം. മലയാളക്കരയിൽ ഒരു ഡ്രീം മലയാളം മൂവി നാളെ തിയേറ്ററിൽ എത്തുമ്പോ അത് കഴിഞ്ഞ് അടുത്തതായി നമ്മൾ എന്ത് സ്വപ്നം കാണണം എന്നുള്ള ഹിന്റ് നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടി എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ. ഇപ്പോ രാജുവിനോട് പറഞ്ഞു ഓൾറെഡി അബൌട്ട് ദ അസോസിയേഷൻ ഓഫ് ഗോകുലം മൂവീസ്.